നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ അപകടം ഒരു സ്വാഭാവിക അപകടം അല്ലെന്ന് കുട്ടൻ നിരന്തരം കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന്, ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ കുട്ടൻ പറയുന്ന അവ്യക്തമായ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊരു ചതിയായിരുന്നു. അല്ല, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇയാളാരാ? ഞങ്ങൾ ഇന്നും ഇന്നലെ അല്ല ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ജോലിയെക്കുറിച്ച് താൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്തത് തെറ്റായതുകൊണ്ടല്ലേ ഞാനത് നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആവുള്ളത്? ഇപ്പൊ ഒന്ന് കയറിയല്ലേ ഉള്ളൂ. ഇവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? ഒരു ചുക്കും അറിയില്ല. നേരിട്ട് ജോലിയിൽ കയറി എന്ന അഹങ്കാരത്തിൽ ഞങ്ങളെക്കാളും പ്രവൃത്തി പരിചയം ഉണ്ടെന്ന് താൻ കരുതരുത്. അല്ല, ഇവിടെ ജോലിക്ക് കയറാൻ മാത്രം തനിക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇയാളുടെ സഹോദരി കൊച്ചുമുതലാളിയുടെ ഭാര്യയാണെന്ന യോഗ്യത മാത്രമല്ലേ ഉള്ളൂ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്താണോ എന്താ ഇവിടെ എന്താ പ്രശ്നം? സർ, ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഈ അനീഷ് കയറി വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുക. ഇന്നലെ വരെ ഞങ്ങൾ ജോലി ചെയ്തിരുന്ന രീതികളൊക്കെ ഇന്നു മുതൽ മാറ്റണമെന്ന്. ഞങ്ങൾക്കത് മാറ്റേണ്ട കാര്യമില്ല സാറേ. വർഷങ്ങളായി ഞങ്ങൾ അങ്ങനെയല്ലേ ഇവിടെ പണിയെടുക്കുന്നത്. ഇവിടുത്തെ രീതികളനുസരിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ ഇയാൾ അത് കേൾക്കുന്നില്ല. ഞങ്ങൾ ഈ പറയുന്നൊന്നും അഹങ്കാരമല്ല സർ, അനുഭവം വെച്ചാ. അല്ല അഭി, ഞാൻ പറയുന്നത്. അനീഷേട്ടൻ ഒന്നും പറയണ്ട. ഇവരൊക്കെ 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇവര് പറയുന്നത് അനീഷേട്ടൻ കേൾക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കുക വേണ്ടത്, അല്ലാതെ കൂടുതൽ തർക്കിക്കല്ല. അഭി, മാത്രമല്ല ഇവരൊക്കെ ഇവിടുത്തെ തൊഴിലാളികളല്ല. ഇവരെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാ കാണുന്നത്. ഇവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കൊണ്ടാ നമ്മുടെ കമ്പനി ഇത്രയും ഉന്നതിയിലെത്തിയത്. അതുകൊണ്ട് ഇവരർഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും അനീഷേട്ടൻ ഇവർക്ക് കൊടുക്കണം. ഇവരുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. അല്ലഭി, ഞാൻ അനീഷേട്ടൻ നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അയ്യോ, സാറ് മാപ്പ് ചോദിക്കാനോ? അതൊന്നും വേണ്ട. അതൊന്നും സാരമില്ല. അപ്പൊ തർക്കമെല്ലാം അവസാനിച്ചല്ലോ. ഇനി ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാവരും പോയി ജോലി ചെയ്തോ. ചേച്ചി, ഞാൻ ഈ കാണുന്ന രാവും പകലും ഇല്ലാതെ ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്ത് ചേച്ചിയുടെ കൈ താഴമ്പിച്ചല്ലോ. ചേച്ചിയുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. അതൊന്നും സാരല്ല ഗോപു. ചേച്ചി അങ്ങോട്ട് മാറിക്കേ. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിക്കോളാം. ഗോപു, വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഗോപു, ഇത് എനിക്കുള്ള ശിക്ഷയാ. മറ്റാരുടെ സഹായം കൂടാതെ തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ആ വാക്ക് എനിക്ക് നിറവേറ്റണം. അത് പാലിക്കാതിരുന്ന ഞാൻ പരാജയപ്പെട്ടു പോവും. പറ്റില്ല, എനിക്ക് പരാജയം ഏറ്റുവാങ്ങാൻ സാധിക്കില്ല. ചേച്ചിക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ചേച്ചിയോട് തെറ്റ് ചെയ്യുന്നവരോട് ചേച്ചി എങ്ങനെ ക്ഷമിക്കുന്നു? എങ്ങനെ ഇത്രയ്ക്കധികം ആത്മാർത്ഥത ചേച്ചിക്ക് അവരോട് തിരികെ കാണിക്കാൻ സാധിക്കുന്നു? ആവശ്യമില്ലാത്ത വാശി എവിടെ നടക്കുന്നത്? എന്തിനാ ഈ വാശി? എല്ലാം നല്ലതിനു വേണ്ടിയാന്ന് കരുതണം മോളെ. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചേച്ചിയോട് കാണിക്കുന്ന ദ്രോഹ. ചേച്ചി ഇങ്ങനെ കഷ്ടത അനുഭവിക്കുമ്പോ ഞാൻ എങ്ങനെ എന്റെ പ്രയാസം സഹിച്ച് നോക്കി നിൽക്കും? ഒരു കാര്യം ചെയ്യാം, ഇനിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. ചേച്ചി എന്നെ തടയരുത്. അതൊന്നും വേണ്ട.
നീ വെറുതെ നിർബന്ധം പിടിക്കണ്ട ഗോപു. മലകെ എന്താ കുട്ടാ? മലകെ എനിക്ക് വിശക്കണു. എനിക്കിതെല്ലാം കഴിക്കാൻ താ. ആ കഴിക്കാൻ താ മലകെ. ഇതെന്താ സിദ്ധുട്ടാ, എന്തിനാ ചേച്ചി ഉപദ്രവിക്കുന്നേ? എന്തിനാ വേദനിപ്പിച്ചെന്ന്? ഗോപു, നിങ്ങൾ ഒരൊറ്റ ആള് കാരണം ചേച്ചിക്ക് ഗതി വന്നത്. എന്റെ ചേച്ചിക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത്. ഗോപു വേണ്ട, മതി നിർത്ത്. നിങ്ങൾ എന്റെ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയത് മുതല് ചേച്ചിക്ക് വേദനകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നരകവേദന. നിങ്ങൾക്ക് വേണ്ടി ചേച്ചി നല്ലത് മാത്രമേ ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചേച്ചി ഇത്രയൊക്കെ നല്ലത് ചെയ്താലും ചേച്ചിക്ക് തിരികെ കിട്ടുന്നത് പീഡനങ്ങൾ മാത്രം. ആദ്യം മാനസികമായ പീഡനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ശാരീരിക പീഡനവുമായി. അയ്യോ കുട്ടാ, 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 വേണ്ട വേണ്ട, കുട്ട കരയണ്ട. കുട്ടാ നോക്ക് നോക്ക് നോക്ക്. ഗോപു പറയുന്നിട്ട് കുട്ടൻ കരയുവാണോ? കുട്ടൻ കരയണ്ട. സങ്കടായോ? സങ്കടപ്പെടണ്ട കേട്ടോ. ഗോപു, നീ എന്തിനാ കുട്ടനെ വഴക്ക് പറഞ്ഞേ? നിന്നോടല്ലേ ചോദിച്ചത് എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ വെറുതെ കുട്ടനോട് ദേഷ്യപ്പെടരുത്. ഇതുപോലെയൊന്നും പെരുമാറരുത്. ഒന്നും അറിയാത്ത കുട്ടനോട് കലി തുള്ളിയിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. ചേച്ചി ഞാൻ അങ്ങനെ. ഗോപു, നീ ഒന്നും പറയണ്ട. മുത്തശ്ശി നൽകിയ ശിക്ഷയ്ക്ക് കുട്ടനെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. കുട്ടൻ പാവാ. നീ ഈ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരാളാ ഇപ്പൊ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഒരു 10 വയസ്സുകാരനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആക്സിഡന്റ് സംഭവിക്കാതിരുന്നെങ്കിൽ കുട്ടൻ ഈ വിധി ഉണ്ടാവോ? ആ അപകടം ഒരു സ്വാഭാവിക അപകടം അല്ലെന്ന് കുട്ടൻ നിരന്തരം കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന്, ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ കുട്ടൻ പറയുന്ന അവ്യക്തമായ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു ചതിയായിരുന്നു. ആ അപകടം കൊണ്ട് അത് അവസാനിച്ചിട്ടില്ല. കുട്ടനെ ലക്ഷ്യം വെച്ച ശത്രുക്കളുടെ ചതി പ്രവർത്തനങ്ങള് ഇപ്പോഴും ഈ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. എന്നുവെച്ചാ വ്യക്തമായിട്ടൊന്നും പറയാറായിട്ടില്ല ഗോപു. പക്ഷേ മറഞ്ഞിരുന്ന് ചതിപ്രയോഗങ്ങൾ നടത്തുന്നവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ ഞാൻ കണ്ടുപിടിക്കും. അത് അത്യാവശ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.